Okay, now you can mark your attendance. Then listen our fifth portion, going into space. It's a portion related with our fourth portion. Fourth portion related ആയിട്ടുള്ള about space നെ കുറിച്ചൊക്കെ പഠിക്കുന്ന portion ആണ് going into space. Okay. Miss, get started ഞാൻ ചെയ്തു. Okay. Okay. Then get started. How do you go? Okay. Okay. Fine. Okay. Okay. Then first one. How would you go from first one your house to your neighbor's house? How do you go from your house to your? Walk. Yes. Walk. Walk. By walk. We walk from your house to your neighbor's house. Walk. Okay. Then second one, your house to your school. How do you go? Cycle. Cycle. Okay. Your house to your school. എങ്ങനെയാ പോവുക? Cycle. School bus. സ്കൂൾ ബസ്, സൈക്കിൾ, കുറെ എഴുതാം അല്ലേ? ഏതൊക്കെ ഓപ്ഷൻ ആണോ അല്ലെ എങ്ങനെയാണോ നിങ്ങൾ പോവാറ് അത് എഴുതാം അല്ലേ? Then your city to a nearby city. Your city to a nearby, yes, by bus or by car. Okay, okay. Then your country to a far off country. നിങ്ങളുടെ രാജ്യത്ത് നിന്ന് yes, by aeroplane. Okay. The earth to the moon. How would you go from? Yes, 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 by space rocket. Okay. Then let's start our portion. What is space? In the first paragraph, we are going to study about what is space. Space. Okay. Then no, listen. Then the earth is surrounded by air. Beyond this layer of air is space. If you throw a stone up in the air, it will fall back to the ground. This pull or force of attraction is called the force of gravity. That's why it's not easy to get out of the air pools and escape into space. We need special vehicles which have the power and speed to take us away from the Earth's gravitational force. A space rocket puts a spacecraft into space. So in this paragraph, we are discussed about what is space. Okay, എന്താണ് space and how to go from the space. Okay, how to go to the space. Okay, then the earth is surrounded by a layer of air. We know that നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും എന്താണ്? there is a layer of air. അവിടെ ഒരു ലെയറിന്റെ ഒരു എയറിന്റെ ഒരു പാളിയുണ്ട് അല്ലെ? നമ്മുടെ ചുറ്റും എന്താണ്? ഒരു ലെയർ ഉണ്ട്. ലെയർ ഓഫ് എയർ, വായുവിന്റെ ഒരു പാളിയുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ? സോ ഇഫ് യു ത്രോ എ സ്റ്റോൺ അപ്പ് ഇൻ ദ എയർ, നമ്മൾ എയറിലേക്ക് ഒരു കല്ല് എറിയുകയാണെങ്കിൽ what will happen? It will fall back to the ground. നമ്മൾ മുകളിലേക്ക് ഒരു കല്ല് എറിയുകയാണെങ്കിൽ എന്ത് ചെയ്യും? താഴേക്ക് തന്നെ വീഴും അല്ലേ? അത് മുകളിലേക്ക് ഒരു കല്ല് എറിയുമ്പോൾ what will happen? It will fall back to the ground. താഴേക്ക് തന്നെ വീഴും. Then this pull or force of attraction is called the force of gravity. ഇതിനെയാണ് force of attraction. നമ്മൾ എന്ത് സാധനം മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് തന്നെ വീഴുന്നത് കൊണ്ടാണ് അതിനെയാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണത് നിങ്ങൾ കേട്ടില്ലേ? അതായത് മുകളിൽ നിന്ന് ഒരു സാധനം താഴേക്ക് വീഴുന്നു. നമ്മൾ എന്ത് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് തന്നെ വീഴുന്നത് ഭൂമിയിൽ എന്തുള്ളത് കൊണ്ടാണ്? there is a force of gravity, force of attraction, force of gravity is there. Okay, then that's why it's not easy to get out of this air's pull and escape into space. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് ഇതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെ മറികടന്ന് സ്പേസിലേക്ക്, ബഹിരാകാശത്തിലേക്ക്, അതായത് ഭൂമിയുടെ പുറത്തുള്ള
ഒരു ലെയർ ഓഫ് ഈ വായുവിന്റെയും അപ്പുറത്തുള്ള ഒരു ഭാഗമാണല്ലേ സ്പേസ്. നമ്മുടെ എർത്തിന്റെ പുറമെ നിന്ന് ഇവിടെയുള്ള ലെയർ ഓഫ് എയറിന്റെ അപ്പുറമുള്ള ഒരു സ്പേസ് ആണ് വായുവിന്റെ ഈ എയറിന്റെയും പുറത്തുള്ള ഈ സ്പേസിലേക്ക് പോകുക എന്നുള്ളത് വളരെ ഈസി അല്ല. നമ്മുടെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റിനെ മറികടന്ന് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു പോവാൻ എളുപ്പത്തിൽ പറ്റില്ല അല്ലെ. ഇവിടെ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിങ്ങനെ നടക്കാനും ഒക്കെ പറ്റുന്നത് അല്ലെ. നമ്മളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നതും എന്താണ്, ഗ്രാവിറ്റി ആണ് അല്ലെ. സോ ഇതിന്റെ ഈ എയറിന്റെ അപ്പുറത്തുള്ള അതിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ എയർസ് പുൾ ആൻഡ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. ഈ ഭൂമി നമ്മൾ ഇങ്ങനെ വലിക്കുന്ന ഈ ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്ത് കടന്ന് സ്പേസിൽ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വി നീഡ് സ്പെഷ്യൽ വെഹിക്കിൾ to which have the power and speed to take us away from the earth's gravitational force. ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന് സ്പേസിൽ പോകാൻ നമുക്ക് എന്ത് വേണം? വി നീഡ് സ്പെഷ്യൽ വെഹിക്കിൾസ്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള റാസി അവിടെ എന്താ ചെയ്യുന്നേ? മുഹമ്മദ് റാസി അവിടെ എന്താണ്, DJ ആണോ റാസി? Can you hear me? Muhammad Razi? കേൾക്കുന്നുണ്ടോ? Yes. What are you doing there? അവിടെ എന്താ ഇത്ര നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന വല്ല പാട്ടാണോ കേൾക്കുന്നത്? നന്നായിട്ട് തലയൊക്കെ ആട്ടി എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ക്ലാസ്സിൽ ഇരുന്നാൽ മതി കേട്ടോ. Otherwise, you can leave. Then listen. So, what is space? The earth is surrounded by air and beyond this layer of air is space. ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ എയറിന്റെ അപ്പുറമുള്ള സ്ഥലമാണ് എന്ത്? സ്പേസ് അല്ലെ. നമ്മുടെ ചുറ്റും എയറിന്റെ ഒരു പാളിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ചുറ്റും. അതിന്റെ അപ്പുറത്താണ് സ്പേസ്, അതിന്റെ മുകളിലാണ് സ്പേസ്. ഇഫ് യു ത്രോ എ സ്റ്റോൺ അപ്പ് ഇൻ ദ എയർ, നമ്മൾ എയറിലേക്ക് ഒരു കല്ലെറിയുകയാണെങ്കിൽ ഇറ്റ് വിൽ fall on the ground, it will fall back on the ground. Then the pull of force, എന്ത് സാധനം നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാലും അതിനെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന് ഒരു ഗ്രാവിറ്റേഷണൽ പവർ ഉള്ളത് കൊണ്ട് അതിനെ ബാക്കോട്ട് വലിക്കും അല്ലെ. എന്ത് മുകളിലേക്ക് ഇട്ടാലും താഴോട്ട് വീഴും. ഇത് ഗ്രാവിറ്റേഷണൽ പവർ ഉള്ളത് കൊണ്ടാണ്. സോ that's why it is not easy to get out of the earth's pull and escape into space. അപ്പൊ എന്ത് സാധനം മുകളിലേക്ക് പോയാലും താഴോട്ട് തന്നെ വലിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ എയറിന്റെ പാളിയെ കടന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അതിനെന്ത് വേണം? We need special vehicles to take us away from the earth's gravitational pull. ഭൂമിയുടെ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ മറികടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? എയറിന്റെ ഈ സ്പേസിലേക്ക് എളുപ്പം പോവാൻ വേണ്ടി പറ്റില്ല. സോ വി നീഡ് എ സ്പേസ് റോക്കറ്റ്, പുട്ട് എ സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. സ്പേസിലേക്ക് പോകുന്ന ഈ ബഹിരാകാശ പേടകത്തിന് റോക്കറ്റിൽ കൂടാണ് സ്പേസിൽ എത്തിക്കുന്നത്. റോക്കറ്റ് വഴി സ്പേസ് ക്രാഫ്റ്റും കൂടെയാണ് എവിടെ പോകുന്നത്? സ്പേസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി എന്ത് വേണം? സ്പെഷ്യൽ വെഹിക്കിൾസ് കോൾഡ് സ്പേസ് റോക്കറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ്. ബഹിരാകാശ പേടകം, ഓക്കെ, ബഹിരാകാശത്തിലേക്ക് പോകുന്ന വാഹനം അല്ലേ. ദെൻ മാൻ ഓഫ് ദ മൂൺ, അബൌട്ട് who is landed in the moon at first. ആരാണ് ആദ്യമായിട്ട് ചന്ദ്രനില് മൂണില് എത്തിയത് എന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ അതിന്റെ ഇടയിൽ ഫാത്തിമ മെഹ്റിൻ മോള് കഴിഞ്ഞ ദിവസം തിങ്ക് ആൻഡ് ലേണിന്റെ തിങ്ക് ആൻഡ് ആൻസറിന്റെ ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നു. ഫസ്റ്റ് വൺ കിട്ടിയില്ല. ദെൻ സെക്കൻഡ് വൺ, ദ സൺ ഈസ് എ സ്റ്റാർ ആൻഡ് വി ഗെറ്റ് ഹീറ്റ് ആൻഡ് ദ ലൈറ്റ് ഫ്രം ഇറ്റ് പറഞ്ഞു. അതിന്റെ ആൻസർ മോൾ എഴുതിയിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. വാട്ട് എ സൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് സൺ എന്നുള്ളതാണ് മോൾ എഴുതി അയച്ചിട്ടുള്ളത്. ദെൻ എന്തുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റാർസിൽ നിന്ന്
പിന്നെ ലൈറ്റും ഹീറ്റും കിട്ടാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യണേ. Then man on the moon. Man went to the moon for the first time in a spacecraft called Apollo. Apollo. ആദ്യമായിട്ട് എന്ത് അപ്പോളോ 11 ആര് ആദ്യം സ്പേസ് ക്രാഫ്റ്റില് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് ആദ്യമായിട്ട് മൂണിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദിസ് വാസ് ഇൻ 1969. The first man who, just a second, okay, listen. Then this was in 1969. The first man who stepped on the surface of the moon was Neil Armstrong. We already studied in our previous portion, okay, about Neil Armstrong, who first landed in the moon. Okay, the first words he said on landing on the moon were, "That's one small step for man, but a giant leap of mankind." Edwin Aldrin and Michael Collins were the other two astronauts who traveled with Neil Armstrong. It's about the man who first landed in the moon. It is Neil Armstrong, and the first words when he landed on the moon is, "That's one small step for man, but a giant leap of mankind." ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ് സ്പേസിൽ എത്തി. അവിടെ നിന്ന് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്ക് എന്ന് വെച്ചാൽ, "That's one small step for man." മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇതെന്താണ്? ഇത് വളരെ ചെറിയ ഒരു സ്റ്റെപ്പാണ് അല്ലേ, മൂണിലെത്തുക. ആദ്യമായിട്ട് മൂണിലെത്തുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഇടയിൽ ഇത് വളരെ ചെറിയ ഒരു സ്റ്റെപ്പാണ്. പക്ഷെ മനുഷ്യരാശിയുടെ തന്നെ വലിയൊരു ജിയാൻ ലീപ് മീൻസ് വലിയൊരു കുതിച്ചുചാട്ടമാണ്. കാരണം അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം കുറെ അതിന്റെ ബാക്കിയായിട്ട് കുറെ കാര്യങ്ങൾ വരാനുണ്ട് അല്ലേ. അവിടെ നിന്ന് ഇന്ന് ഇവിടെ വരെ സ്പേസിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ്, ആ കാര്യത്തിൽ ഒരുപാട് ടെക്നോളജീസ് ഉണ്ടായി, ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. സോ അതാണ് ഉദ്ദേശിച്ചത്. മനുഷ്യന്മാരെ സംബന്ധിച്ച് ഇത് ചെറിയൊരു കാര്യമാണ്, പക്ഷെ മനുഷ്യരാശിക്ക് ഇത് വലിയൊരു നേട്ടമാണ് അല്ലെ, വലിയൊരു കുതിച്ചുചാട്ടാണ് എന്ന് പറഞ്ഞത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് വരാനുണ്ട് എന്നുള്ളതാണ്. സോ listen once again. What is space? The earth is surrounded by air. Beyond this layer of air is space. And what is space means beyond the layer of air is called space. ഈ നമ്മുടെ ചുറ്റുമുള്ള എയറിന്റെ പാളിക്ക് അപ്പുറമുള്ള സ്ഥലമാണ് സ്പേസ്. ആൻഡ് നമ്മൾ ഇവിടെ ഒരു when we throw a stone in the air, it will fall back to the ground because of the gravitational pull of the earth. Okay, then it is this force is called the gravity, force of gravity. Okay, then that is why it is not easy to get back and it easy to escape into space. We need a special vehicles. ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് കടക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മൂണിൽ പോവുകയാണെങ്കിൽ, ചന്ദ്രനിൽ കാല് കുത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഇതിലിങ്ങനെ പറക്കുന്ന ഒരു ഫീലിലാണ് ഉണ്ടാവുക. നമുക്ക് കാലുറപ്പിച്ച് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ, നമ്മുടെ വെയിറ്റ് അവിടെ വളരെ കുറവായിരിക്കും. നമ്മൾ അവിടുത്തെ എയറിൽ ഇങ്ങനെ പാറി നിൽക്കുക ചെയ്യാം. നമുക്ക് അവിടെ കാലുറപ്പിച്ച് നിൽക്കാനുള്ള ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ നമ്മളിപ്പോ ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്നത് അല്ലെ. പക്ഷെ മൂണിൽ പോവുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഒരുപാട് കുറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അവിടെ നേരെ നിൽക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ, നമ്മൾ അവിടുത്തെ എയറിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുക. സോ we need special vehicles which have the power and speed to take us away from the Earth's gravitational force. So we want a space rocket, and a space rocket puts a spacecraft into the space. Man, when about the first man who landed in the moon is Neil Armstrong, and the first words of Neil Armstrong when he landed in the moon are, "That's one small step for man, but a giant leap of mankind." Okay, then Edwin Aldrin and Michael Collins, they are
with the Neil Armstrong. They travel into space with Neil Armstrong. Neil Armstrongന്റെ കൂടെ എവിടെ പോയ സ്പേസിലേക്ക് പോയിട്ടുള്ള ആളുകളാണ് എഡ്വിൻ ആൽഡ്രിനും മൈക്കൽ കോളിൻസും. രണ്ടുപേരും, ഇവർ 3 പേരും കൂടെയാണ് എവിടെ പോയിട്ടുള്ളത്, സ്പേസിൽ പോയിട്ടുള്ളത് അല്ലേ. Then life on the moon. Okay, about life on the moon. We read about the moon in stories and poems. Let us read some facts about the moon. നമ്മൾ മൂണിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, സ്റ്റോറിയിലും പോയത്തിലും ഒക്കെ മൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. Then let us learn about some facts, some more facts about this moon. Okay, there is no air or water on the moon, so there are no plants and animals or people. അവിടെ എന്താണ്, വായുവും വെള്ളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ മനുഷ്യ അല്ലെങ്കിൽ ജീവജാലങ്ങളൊന്നും തന്നെ ഇല്ല അല്ലെ. ആനിമൽസ്, പ്ലാന്റ്സോ ഒന്നും അവിടെ ഇല്ല, മനുഷ്യന്മാരോ ഒന്നും അവിടെ ഇല്ല അല്ലെ. കാരണം എന്താണ്, there is no air and water. Then there are huge potholes called craters on the moon's surface. The craters on the surface of the moon are much bigger than the potholes on our road. Since the gravitational pull of the moon is less than that of your earth, you will weigh much less on the moon. Your weight on the moon will be 1/6 of your weight on earth. If you weigh 30 kg on earth, you will weigh only 5 kg on the moon. That means there is no air and water in the moon, so there is no life. അവിടെ ജീവജാലങ്ങളൊന്നും തന്നെ ഇല്ല. Plants, animals, people, there is no anything like this, and there are only huge potholes called craters. Craters എന്ന് വിളിക്കുന്ന വലിയ potholes മാത്രമാണ് അവിടെ ഉള്ളത്. Potholes means കുഴികൾ അല്ലെ, വലിയ ഗർത്തങ്ങൾ. ഗർത്തം, വലിയ കുഴികളാണ് എവിടെ ഉണ്ടാവുക, ചന്ദ്രനിൽ ഉണ്ടാവുക അല്ലെ. നമ്മള് അവിടെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന എന്താണ്, there is huge potholes, വലിയ കുഴികളാണ്, ഗർത്തങ്ങളാണ് ഉണ്ടാവുക. ഇറ്റ് ഇസ് കോൾഡ് craters. Craters എന്ന് വിളിക്കുന്ന വലിയ കുഴികളാണ് ചന്ദ്രനിലുള്ളത്. ഫിഗർ 5.4 craters on the surface of the moon അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ചന്ദ്രനിലുള്ള കുഴികളുടെ ഗർത്തത്തിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Then the craters on the surface of the moon are much bigger than the potholes in our roads. Since the gravitational pull of the moon is less than that of the earth. അതായത് നമ്മുടെ റോഡിലൊക്കെ ഉണ്ടാവുന്ന കുഴികളേക്കാൾ ഒരുപാട് വലിയ എന്ത് പാത്തോൾസ് ആണ് നമുക്ക് ചന്ദ്രനിൽ പോയാൽ കാണാൻ വേണ്ടി കഴിയുക. Then you will weight much less on the moon. നിങ്ങളുടെ ഭൂമിയിലുള്ള വെയിറ്റിനേക്കാൾ ഒരുപാട് കുറവ്, 1/6 ആണ് എവിടെ ഉണ്ടാവുക, മൂണിൽ നമ്മൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഉണ്ടാവുക. മീൻസ് 30 kg ആണ് എർത്തിലുള്ളത് എങ്കിൽ ലാൻഡിൽ മൂണിൽ എത്ര വെയിറ്റ് ഉണ്ടാവും, ഓൺലി 5 kg, 1/6 of your weight. Okay, so it's about life on the moon. There is no life on the moon because there is no water and air, and then there is only huge potholes called craters. Craters എന്ന് വിളിക്കുന്ന വലിയ കുഴികളാണ്, ഗർത്തങ്ങളാണ് അവിടെ ഉള്ളത്. Then since the gravitational pull of the moon is less than the gravitational pull of earth, ഭൂമിയിലുള്ള ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ വളരെ കുറവാണ് അല്ലേ എവിടെ ഉള്ളത്, മൂണിലുള്ളത്. So your weight of the moon will be 1/6 for your weight on the earth. നിങ്ങളുടെ ഭൂമിയിലുള്ള വെയിറ്റിന്റെ 1/6 ആണ് എവിടെ ഉണ്ടാകുക, എർത്തിൽ പോവാണ്, സോറി മൂണിൽ പോവുകയാണെങ്കിൽ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, you are 30 kg here. When you landed on the moon, your weight is only 1/6, means 5 kg. Okay, 30 കിലോ വെയിറ്റ് ഉള്ള ഒരാള് മൂണിൽ പോകുമ്പോൾ അവിടെ വെറും 5 കിലോ വെയിറ്റ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലെ, അത്ര വെയിറ്റേ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? Water, space, man on the moon and life on the moon. Okay.